ജയാസ് വെറൈറ്റി ബ്ലോഗ്സിലോട്ട് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രത്യേക വിശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ശരിക്കും നല്ല ഒരു ഹെയർ കറുപ്പിക്കാനുള്ള, നരച്ച മുടിയെ എങ്ങനെ കറുപ്പിക്കാന്നുള്ളത് ഞാൻ ഇങ്ങനെ നിഗൂഢമായി ആലോചിച്ചും കണ്ടും ഓരോന്നും ചെയ്തും എല്ലാം നോക്കിക്കൊണ്ടിരിക്കുവാണ്. അപ്പോൾ ഒരെണ്ണം എനിക്ക് അടിപൊളിയായിട്ട് തോന്നി. അതായത് ഫുള്ളായിട്ടല്ല, ഞാൻ എൻ്റെ തലയുടെ ഇവിടെയുള്ള നരയെല്ലാം ഇന്ന് കറുപ്പിച്ച് കഴിഞ്ഞിട്ടുള്ള റിസൾട്ടാണ് ഇതിപ്പം. കണ്ടോ, അതിന് മുമ്പ് ഞാൻ നര കാണിച്ചിട്ടുണ്ട് നിങ്ങളെ. ആ നരയെല്ലാം എൻ്റെ പോയി. അപ്പം ഡൈ സ്റ്റിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ഇതാവുമല്ലോ, അപ്പം ഇട്ട് തേച്ചിട്ട് പോകാൻ പറ്റുന്ന ഒരു ഇതേ ഉള്ളൂ. ഒന്ന് തൊട്ട് കഴിഞ്ഞാൽ അത് കയ്യാലൊക്കെ കുറച്ചൊക്കെ പിടിക്കും. ഇതങ്ങനല്ല, ഇത് ഫുള്ള് നമുക്ക് നാളെയൊക്കെ കുളിയെല്ലാം കഴിഞ്ഞാലും നമ്മുടെ തലയിൽ ആ കറുപ്പ് തന്നെയായിട്ട് നര കറുത്ത് തന്നെ ഇരിക്കും. പിന്നെ സ്ഥിരം ഇത് ഒരു ആഴ്ചയിൽ ഒന്ന് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഉള്ള നര ഒന്നും നരച്ച് വരത്തില്ല, കറുത്ത് തന്നെ വരത്തുള്ളൂ. അത് നിങ്ങൾ എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ പറയുന്ന പോലൊക്കെ ചെയ്യണം. അപ്പം എന്താണേലും ഞാൻ ഇതെല്ലാം ചെയ്തുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്കൊണ്ടേ നമ്മുടെ ഒരാൾ എന്നെ കാണാൻ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അതാരാന്ന് നിങ്ങൾ കണ്ടു നോക്കണം കേട്ടോ. അപ്പൊ ഈ ടിപ്സ് എല്ലാവരും ചെയ്തു നോക്കണം. അപ്പൊ വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പൊ നമുക്ക് അത് ആരാന്ന് നോക്കാം, ഏതാ ടിപ്സ് എന്നുള്ളത് നമുക്ക് കണ്ടു നോക്കാം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? സൂപ്പർ ഒരു ഡൈ അല്ല, കെമിക്കൽ ഇല്ലാത്ത നരച്ച മുടിയെ കറുപ്പിക്കാനുള്ള അടിപൊളി ഒരു റിസൾട്ട് കിട്ടിയ ഒരു സാധനമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത്. അത് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം. അപ്പൊ എൻ്റെ മുടി ഇതാ ഇവിടെ നോക്കിക്കേ, ഇതാ നര വന്നേക്കുന്നുണ്ടോ? ഇതാ ഈ നരയൊക്കെ നമുക്ക് ഇപ്പൊ തന്നെ കറുപ്പിക്കാം കേട്ടല്ലോ. അല്ലാണ്ട് ഞാൻ നേരത്തെ നിങ്ങളോട് പറയത്തില്ല, ഒറ്റ യൂസിൽ തന്നെ റിസൾട്ട് തന്ന ഡൈ സ്റ്റിക്ക്, അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ തൊടുമ്പം കുറച്ചൊക്കെ നമ്മുടെ കയ്യില് വരും, കയ്യെ പിടിക്കും ഡൈ സ്റ്റിക്ക് ചെയ്താൽ. ഇതാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മൾ തേച്ചാൽ അപ്പം തന്നെ നല്ല കറുപ്പാവും. കുളിക്കുകയും ചെയ്യാം. കുളിച്ചിട്ട് പിറ്റേ ദിവസം നമുക്ക് കുളി കഴിയുമ്പോൾ കുറച്ച് കളർ വ്യത്യാസം വരും, അത്രേ ഉള്ളൂ. അല്ലാതെ മൊത്തമായിട്ട് അങ്ങ് പോത്തില്ല, കയ്യിലൊന്നും പിടിക്കത്തുമില്ല. ദാ ഇത് കണ്ടോ, ഇവിടെയൊക്കെ നരയുണ്ട്. നമുക്കതിനെ കണ്ടോ, നര കണ്ടോ? അപ്പൊ നമുക്കിതിനെ കറുപ്പിക്കുന്ന നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇത് ഞാൻ യൂസ് ചെയ്ത ഒരു ദിവസം കേട്ടോ, യൂട്യൂബിൽ തന്നെ കണ്ടിട്ട് ഞാൻ ചെയ്യുന്ന കാര്യം കേട്ടോ. അപ്പൊ ഇതിനായിട്ട് നമുക്ക് വേണ്ടിയത് ഇരുമ്പിന്റെ ഒരു ചീനച്ചട്ടി വേണം. പിന്നെ നമുക്ക് കരിഞ്ജീരകം, നമ്മൾ അന്ന് മേടിച്ചു വെച്ച കരിഞ്ജീരകം ഇരിപ്പുണ്ട്. ഇത് നിങ്ങൾക്ക് ആവശ്യമുള്ളത്ര എടുക്കാം, എത്രയാ വേണ്ടിയെന്ന്. എനിക്കിപ്പോൾ ഞാൻ ഇവിടെ ഒന്നും തേക്കുന്നില്ല, കാരണം എനിക്ക് ഇതിനകത്ത് നെല്ലിക്കാപ്പൊടിയും കൂടെ വരുന്നുണ്ട്. അപ്പൊ എനിക്ക് തണുപ്പ് പിടിക്കത്തില്ലല്ലോ. അപ്പൊ ഞാൻ ഇവിടെ ഉള്ള ഇതൊക്കെ കറുപ്പിച്ച് നിങ്ങളെ കാണിച്ചു തരാം. അപ്പം പെട്ടെന്നൊക്കെ ഇപ്പം നമുക്ക് കെമിക്കലുള്ള ഡൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് 15 ദിവസമാകുമ്പോൾ വീണ്ടും നരയൊക്കെ ഈ സൈഡിലൊക്കെ വന്നു തുടങ്ങും. അപ്പം അതിനായിട്ട് പെട്ടെന്നൊന്ന് നമുക്ക് ഒരു മാസം തികയ്ക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ ഒന്ന് കറുപ്പിച്ചൊക്കെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഒന്ന് പോകാമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് ഞാനിത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാ നമുക്ക് ഒരു 2 സ്പൂൺ കരിഞ്ജീരകം നന്നായിട്ട് മൂപ്പിച്ചിട്ട് നമുക്ക് ഇനി ഞാൻ മേടിച്ച് വെച്ചേക്കുന്ന ഇങ്ങനെ തേക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇതും വേണം. പിന്നെ 2 ബദാം, ഈ ബദാം പൊട്ടിച്ച് 2 എണ്ണം ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഇത് രണ്ടും കൂടെ വേണം നന്നായിട്ട് നമുക്ക് മൂപ്പിക്കാൻ കേട്ടല്ലോ. ഈ ബദാമിനെയും കൂടെ നമുക്കെടുത്ത് മൂപ്പിക്കാൻ ഇടാം. അപ്പൊ ഇത് മൂപ്പിച്ചിട്ട് ഞാൻ അടുത്ത് എന്നാ വേണ്ടിയെന്ന് വെച്ചാൽ കാണിച്ചു തരാവേ. അപ്പൊ എന്താ, നമ്മുടെ ഇരുമ്പിന്റെ തന്നെ വേണം കേട്ടോ. ഇരുമ്പിന്റെ ഇത് എടുത്ത് ചൂടാക്കാൻ വെച്ചു. ഇതിന്റെ വെള്ളമായി ഒന്ന് നമുക്ക് തുടച്ചു കളയാം, അപ്പൊ പെട്ടെന്ന് ചൂടാവുമല്ലോ. എന്നിട്ട് നമ്മുടെ കരിഞ്ജീരകത്തിനെ നന്നായിട്ട് മൂപ്പിച്ചങ്ങെടുക്കാം, കരിഞ്ജീരകവും ബദാമും കൂടെ. അങ്ങനെ നമ്മുടെ ബദാമും നമ്മുടെ കരിഞ്ജീരകവും കൂടെ നന്നായിട്ട് മൂപ്പിച്ചിട്ട് ഇനി ഇതിനകത്തോട്ട് ഒരു സാധനം കൂടെ നമുക്ക് ചേർക്കാനുണ്ട്, ഞാൻ കാണിച്ചു തരാം കേട്ടോ. മൂപ്പിക്കാനുള്ളത് കാണിച്ചു തരാം. അപ്പൊ നമുക്ക് അടുത്തതിന് വേണ്ടത് മുരിങ്ങയിലയാണ്. കുറച്ച് മുരിങ്ങയില നമുക്കെടുത്ത് ഈ കരിഞ്ജീരകം മൂപ്പിച്ച് വെച്ചതിനകത്തോട്ട് ഇട്ട് കൊടുക്കാവേ. നല്ല
മുരിങ്ങയില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ബെസ്റ്റ് മുടി വളരാനും, ഇതെന്ന് പറഞ്ഞാൽ മുടി കറക്കാൻ തന്നെയല്ല കേട്ടോ, മുടി വളരാനും ബെസ്റ്റാണ്. ഇത് പിടിക്കുന്നവരാണെങ്കിൽ സൂപ്പറാണ് കേട്ടോ. കുറച്ച് മുരിങ്ങയില മതി. ഇതെനിക്കിപ്പോൾ ആവിക്കും കൂടെ അടിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ കൂടുതൽ ഇങ്ങെടുത്തോണ്ട് പോകുന്നത്. നമുക്ക് മുരിങ്ങയില ഉണ്ടല്ലോ, അപ്പം എനിക്ക് ഇവിടെ മാത്രം തേച്ചാൽ മതി. മൊത്തം തേക്കേണ്ടി വരും. കരിഞ്ജീരകത്തിന്റെ സ്പൂൺ എണ്ണം കൂട്ടുക കേട്ടോ, സ്പൂണിന്റെ അളവ് കൂട്ടുക. നല്ല റെമഡിയത് കേട്ടോ. ഇതൊക്കെ ആണ് ചെയ്യേണ്ട റെമഡികൾ. സത്യം പറഞ്ഞ നമ്മൾ ചിലതൊക്കെ ചെയ്താൽ ഒന്നും കറക്കത്തില്ല മുടി. അപ്പൊ ഇതോടെ എടുത്തിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. അപ്പൊ നമ്മൾ തീയൊക്കെ കത്തിച്ച് മുരിങ്ങയിലയും കൂടെ നമ്മൾ ഇതിനകത്തോട്ട് ഇട്ടു. കാണാലോ അല്ലെ, കരിഞ്ജീരകം ഇതിനകത്ത് കിടപ്പുണ്ട്. ഇതിനെയും കൂടെ നമ്മൾ നന്നായിട്ട് മൂപ്പിക്കുക. മൂത്ത് കഴിഞ്ഞ് ഞാൻ എങ്ങനെ ഇരിക്കേണ്ടതെന്ന് കാണിച്ചു തരാവേ. നന്നായിട്ട് മുരിങ്ങയില മുടി വളരാൻ ബെസ്റ്റാണ്. ഞാൻ ഇടയ്ക്കൊക്കെ ഞാൻ മുരിങ്ങയിലയുടെ നീരെടുത്ത് ഞാൻ തല തേക്കാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ചായിട്ട് തേക്കുന്നില്ല. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 2-3 ഐറ്റംസ് മാത്രം ഉപയോഗിക്കുന്നുള്ളെന്ന്. അപ്പം കരിഞ്ചീരകം അങ്ങ് കരിഞ്ഞു പോയത് കേട്ടോ. കൈ കൊള്ളുന്ന ചെറിയ സ്പൂണായോണ്ട് നന്നായിട്ട് ഇളക്കി ഇതിനെ അങ്ങോട്ട് മൂപ്പിക്കുക. ഇല ഇങ്ങനെ പിടിക്കുമ്പോ ഇങ്ങനെ പൊടിയുന്ന രീതിയാവണേ മുരിങ്ങയില. അടിപൊളിയാട്ടോ. നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് പറയണം. അല്ലാണ്ട് കെമിക്കൽ ഒന്നും തേക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇത് പിടിക്കുന്നവർക്ക് എനിക്ക് ഫുൾ തേക്കാൻ പറ്റത്തേ ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ സൈഡിലൊക്കെ തേച്ച് ഒരു പരുവാക്കി എടുക്കുന്നത്. കാരണം തണുപ്പ് അടിക്കാതിരിക്കുന്നവർക്ക്, തണുപ്പ് പറ്റാത്തവർക്ക് ഒരു രക്ഷയില്ല കേട്ടോ. കാരണം ഇതിനകത്തോട്ട് ഇനി വേറെ ആഡ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഇതൂടെ മൂത്തിട്ട് ഞാൻ കാണിച്ചു തരാവേ. മൂത്തില്ല, നന്നായിട്ട് മൂക്കട്ടെ. നോക്കാം മൂത്തം തോന്നും കേട്ടോ. അപ്പം നോക്കിക്കേ, ഇതാ ഞാനത് വറുത്തെടുത്തു. അപ്പം നമുക്ക് ഇത് വറുത്തെടുക്കുമ്പോൾ ഇത് കണ്ടോ, പൊടിഞ്ഞ് നല്ല പരുവത്തി നമുക്ക് കിട്ടണം. ഇത് കണ്ടോ, ഇങ്ങനെ കണ്ടോ പൊടിഞ്ഞ് കിട്ടുന്നുണ്ടോ? ഇങ്ങനെ കിട്ടിയാൽ മാത്രമേ നമുക്കിത് പൊടിച്ചെടുക്കാൻ പറ്റൂ. ഇനി ഒരു തരി പോലും നനവ് ആകാതെ നമുക്കിതിനെ മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മളിതാ പൊടിച്ചെടുത്തു. ഇനി ഇതിനെ നമുക്ക് ആ വറുത്തെടുത്ത അതിൽ തന്നിട്ട് ഒന്നുകൂടെ ചൂടാക്കി ഇതിനകത്തോട്ട് നമുക്ക് കാണിച്ചു തരാം നിങ്ങളെ. 2 സ്പൂൺ നെല്ലിക്കാപ്പൊടി, ഇതാ നെല്ലിക്കാപ്പൊടി 2 സ്പൂണ് നമുക്ക് ഏകദേശം അങ്ങോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇത് നെല്ലിക്കാപ്പൊടി ഇട്ടു. അതങ്ങോട്ട് നന്നായിട്ട് യോജിപ്പിച്ചിട്ട് ചൂടുവെള്ളം ഇല്ലേ, ചൂടുവെള്ളം ഒഴിച്ച് കുഴയ്ക്കുവോ, കഞ്ഞിവെള്ളം ഒഴിച്ച് കുഴയ്ക്കുവോ, കറ്റാർവാഴയുടെ നീരൊഴിച്ച് കുഴയ്ക്കുവോ, എന്തു വേണേലും നമുക്ക് ചെയ്യാം. പിന്നെ ഇൻസ്റ്റന്റ് ആയിട്ട് ഇതിപ്പം ഫസ്റ്റിലെന്ന് പറഞ്ഞാൽ നമ്മള് പിറ്റേ ദിവസം നാളത്തേക്ക് ഇന്നിപ്പം ഇത് നന്നായിട്ട് ചേർക്കുന്ന എന്നൊക്കെയാണെന്നറിയാം. കഞ്ഞിവെള്ളമോ പിന്നെ എന്താ കറ്റാർവാഴയുടെ ഇതോ എല്ലാം ചേർത്ത് നമുക്ക് ഒന്നിച്ച് കുഴച്ച ഒരു നൈറ്റ് വെച്ചിട്ട് പിറ്റേ ദിവസം ഫുൾ അപ്ലൈ ചെയ്യാം. നരയ്ക്ക് പോകാൻ കറുപ്പാവും, നരയെല്ലാം കറുപ്പാവും. അതല്ലാതെ ഞാൻ അതിന് പോകുന്നില്ല. ഞാൻ ഇന്ന് തന്നെ യൂസ് ചെയ്യാൻ ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ നര അതായത് ഇപ്പൊ ശരി കാണുന്നില്ല, ഇൻസ്റ്റന്റ് ആയിട്ട് നമ്മുടെ നര കറുപ്പിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നാ ചെയ്യണമെന്ന് അറിയാവോ? ഈ പൊടി കുറെ ഏറെ ഒന്ന് പൊടിച്ചു വെക്കാം. നിങ്ങൾക്ക് ഏതാ വേണ്ടിയെന്ന് വെച്ചാൽ അതുപോലെ കുറച്ച് പൊടി എടുക്കുക. ഓവർനൈറ്റ് വെക്കാനാണ് അങ്ങനെ വെക്കാം. ഇൻസ്റ്റന്റ് ആയിട്ട് എനിക്കിപ്പോൾ ചെയ്യേണ്ടതുകൊണ്ട് ഞാൻ ചൂടുവെള്ളം ഒഴിക്കുന്നത്. ചൂടുവെള്ളം ശകലം ഒഴിച്ച് നന്നായിട്ട് കുഴച്ച് ഇതങ്ങ് നമ്മൾ നിർത്തുക. അടുപ്പങ്ങ് നിർത്തണേ. എന്നിട്ട് വേണം നമ്മൾ നന്നായിട്ട് യോജിപ്പിച്ച് ഇതാക്കാൻ. കാരണം നല്ല ഗുണമുള്ള സാധനം കേട്ടോ ഇത്. നിങ്ങൾ ചെയ്ത് നോക്കിയെങ്കിലേ നിങ്ങൾക്ക് അറിയത്തുള്ളൂ. ഞാൻ ചെയ്തത് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഞാനിത് യൂട്യൂബിൽ കണ്ടത് തന്നെ കേട്ടോ.
അല്ലാണ്ട് ആരുടെയും വേറെ ആരും പറഞ്ഞുള്ള അറിവോ ഒന്നുമല്ല. യൂട്യൂബിൽ തന്നെ കണ്ട് എനിക്ക് അത് ചെയ്ത് റിസൾട്ട് കിട്ടിയ ഒരു ഇതാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇത് ഇങ്ങനെ കുഴച്ചിട്ട് നിങ്ങൾക്ക് നാളെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ദിവസം വേണേലും, ഒരു മാസം ഇല്ലെങ്കിലും അതിനടുപ്പിച്ച് വരെ കളറ് നിൽക്കും. നരയ്ക്ക് ബ്ലാക്ക് ആയിട്ട് തന്നെ നിൽക്കും. പിന്നെ ഇത് തന്നെ 2 ആഴ്ച കൂടുമ്പോൾ ചെയ്യുവാണെങ്കിൽ ഫുൾ നര കംപ്ലീറ്റ് മാറി കിട്ടും നിങ്ങളുടെ കേട്ടോ. അത് ചെയ്തവരുണ്ട്. ഇത് ഞാൻ പറഞ്ഞു കൊടുത്തു പലർക്കും, നമ്മുടെ അടുത്ത ഇവിടെ ഉള്ളവർക്കൊക്കെ പറഞ്ഞു കൊടുത്തു. അവർക്കത് ഭയങ്കരമായിട്ട് എഫക്റ്റ് ആയി. ഇത് ഇൻസ്റ്റന്റ് ആയിട്ട് ഞാൻ നോക്കുന്നുള്ളൂ, കാരണം എനിക്ക് തണുപ്പ് പിടിക്കത്തില്ലാത്തതുകൊണ്ട് ഞാൻ ഇത് മാത്രമേ നോക്കുന്നുള്ളൂ. ഇപ്പൊ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാ ഇത് കുഴക്കേണ്ടി എന്നുള്ളത് കാണിച്ചു തരാം. കണ്ട, ഈ പരുവത്തി വേണം ഇരിക്കാൻ. ഇരുമ്പിന് ചീനച്ചട്ടിക്ക് ചൂടുള്ളതുകൊണ്ട് ഇച്ചിരി ഇത് ഡ്രൈ ആവും കേട്ടോ. ഇങ്ങനെ വേണം ഇരിക്കാൻ. എന്നിട്ട് ചൂടാറിയിട്ട് നമുക്ക് തേച്ച് കാണിക്കാം. അപ്പോഴേ നമ്മുടെ നര കണ്ടോ? നിങ്ങൾ എൻ്റെ നരയൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കണ്ടോ? ഇത് കണ്ടോ? നര കണ്ടോ? അപ്പം നമുക്ക് ഇതിനെ അങ്ങോട്ട് തേച്ച് കൊടുക്കാം കേട്ടോ. നല്ലതായിട്ട് തേച്ച് പിടിപ്പിക്കാം. എന്നിട്ട് ഒരു ഉണങ്ങുന്നിടം വരെ വേണം. എല്ലാവർക്കും അറിയാലോ, ഉണങ്ങണം കേട്ടോ. നന്നായിട്ട് ഉണങ്ങണം. ഉണങ്ങിക്കഴിഞ്ഞിട്ട് ക്ലിയർ ആവത്തുള്ളൂ ഇത് കേട്ടോ. ഓയിലാണേലും മതി. നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന ഓയിലാണേലും നമുക്ക് തേക്കാം. ഇതിനകത്തോട്ട് ചേർക്കാം കേട്ടോ. ചൂടുവെള്ളമോ ഓയിലോ എന്ത് വേണേലും നിങ്ങൾക്ക് ചേർക്കാം. കഞ്ഞി വെള്ളമോ കണ്ടോ. ഞാൻ നന്നായിട്ട് ഈ നരയുള്ള ഭാഗം ഒന്ന് തേക്കട്ടെ. ക്യാമറയെ നോക്കി നമുക്ക് തേക്കാൻ പറ്റത്തില്ലല്ലോ. തേച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ എൻ്റെ ഇത്രയും ഭാഗത്ത് ഞാൻ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. എനിക്ക് ഇത്രയും ഭാഗം മതി. ഇങ്ങോട്ടൊന്നും അങ്ങനെ നര വന്നിട്ടില്ല. നരയുണ്ട്, പക്ഷെ ഡൈ ചെയ്തതിൻ്റെ അതിൽ നിന്ന് വീണ്ടും നരയായിട്ടില്ലെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം കേട്ടോ. ആദ്യം ഫസ്റ്റ് നമുക്ക് ഡൈ എല്ലാം ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ അല്ലേ നര പൊങ്ങി പൊങ്ങി പതുക്കെ വരുന്നത്. അപ്പം ഞാൻ ഇപ്പം ഇവിടെ നിറച്ച് തേച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉണങ്ങിയിട്ട് കഴുകിയിട്ടൊക്കെ നമുക്ക് കാണാം എങ്ങനെയുള്ള റിസൾട്ട് നിങ്ങൾ നോക്കിക്കോ കേട്ടോ. അപ്പം നമ്മുടെ ഇതെല്ലാം നന്നായിട്ട് ഉണങ്ങി നമുക്ക് കഴുകിയിട്ട് കാണിക്കാം കേട്ടോ. ഞങ്ങള് ചോറൂണെല്ലാം കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ, ഇതാരാന്ന് നോക്കി വന്നേക്കുന്നത്. ഭയങ്കര സന്തോഷമായി കേട്ടോ. മക്കള് രണ്ടും എന്റെ മോനുണ്ട് അവിടെ. അവർ മൂന്ന് പേരുടെ ഇന്ന് വർത്താനം പറയുന്നുണ്ട്. ഞാൻ പിടിപ്പിച്ച് ചോറുണ്ണ പാവം കേട്ടോ. പറഞ്ഞ ഉടനെ വിശന്ന് വലഞ്ഞിരിക്കുവായിരുന്നു. അതല്ല, നമുക്ക് ഇതിനകത്തൊരു ഇതെന്ന് പറഞ്ഞൊരു ആത്മാർത്ഥം ഉണ്ടല്ലോ. അതാണ് ഇതിനകത്ത് നമുക്ക് പിന്നെ നമുക്ക് കൊടുക്കുന്നതും തിന്നുന്നതല്ല, നമ്മുടെ പേഴ്സണാലിറ്റി, പറഞ്ഞ വാക്ക്. അത് അതെ അതെ, അല്ല അത് നമ്മൾ ഇതിനു മുമ്പ് ഇട്ടായിരുന്നല്ലോ. പിന്നെ സൂപ്പർ ടേസ്റ്റ് ആട്ടോ. വാചകം അടിക്കുന്നവരല്ല, സൂപ്പർ ടേസ്റ്റാ. ചെമ്മീൻ കറി, ഉരുളക്കിഴങ്ങ് മെഴുക്കോട്ടെ പുളിശ്ശേരി എല്ലാരും കഴിച്ചോ? ഉള്ളത് കൂട്ടി അങ്ങ് കഴിക്കുന്നു, അത്രേ ഉള്ളു അല്ലേ. അപ്പൊ നിങ്ങള് വർത്താനം പറയട്ടെ. അപ്പൊ ഞാന് ഈ നമ്മുടെ ഇതൊക്കെ ഇട്ട് കഴിഞ്ഞ് കഴുകിയിട്ടൊക്കെ നിങ്ങളുടെ മുമ്പിൽ വരാമെന്നും പറഞ്ഞ് ഞാൻ ഇരുന്നില്ലേ. അപ്പോഴത്തേക്കൊണ്ടേ നമ്മുടെ ജോമ, എൻ്റെ ഭയങ്കര നമ്മുടെ വീഡിയോയിലുള്ള ജോമ ഇല്ലേ, ജോമ വേൾഡ്, എൻ്റെ ദൈവമേ, ജോമയും മക്കളും കൂടി ഇവിടെ വന്നു. ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. അവളെ പിടിച്ച് ഞാൻ ചോറും കൊടുത്തു. അതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇപ്പം ഞാൻ നിങ്ങളുടെ മുമ്പിൽ. അവരിപ്പോൾ പോയതേ ഉള്ളൂ. ഭയങ്കര സന്തോഷമായി. എന്താണേലും വരും എന്ന് പറഞ്ഞിട്ട് ഇന്ന് വന്നു, കണ്ടു. അപ്പോൾ പോകുന്ന വഴി ശ്രീദേവിയുടെ വീട്ടിലും കയറിയിട്ട് പോകാമെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയി. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞിട്ടാണ് ഏതായാലും ഇരുന്നത്. എന്താണേലും നമ്മൾ ശരിക്കും ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നോക്കിക്കോ, എൻ്റെ ആ നരച്ച മുടിയെല്ലാം ബ്ലാക്ക് കളറായി. കണ്ടോ? ബ്ലാക്ക് കളറായി. ഞാൻ ഇട്ടിടത്തെല്ലാം ബ്ലാക്ക് കളറായത് കണ്ടോ? ശരിക്കും ബ്ലാക്കായി. അപ്പം ഇതാണ് ഞാൻ പറയുന്നത്. ഇത് നല്ല റിസൾട്ട് തരുന്ന ഒരു ഡൈ ആണ്. ഡൈ എന്ന് പറഞ്ഞാൽ കെമിക്കൽ അല്ലാത്ത ഡൈ. എന്നൊക്കെയാ ചേർന്നതെന്ന് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും എൻ്റെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം. ടാറ്റാ.